ഗ്രേറ്റ് രാഹുൽ ഈശ്വർ. തീർച്ചയായിട്ടും രാഹുൽ ഈശ്വറെ, ഈ രാഹുൽ ഈശ്വറിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴേ ഇന്നലെ രാത്രി ഞാനും ചിന്തിച്ചൊരു കാര്യമാണ്. സ്ത്രീകൾ, അതായത് ഞാൻ ചിന്തിക്കാൻ കാരണം റിനി ജോർജിൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയും വന്ന് ഈ ഒരു ചിന്തയും വന്ന്. കാരണം അശ്ലീല ചുവയുള്ള ഒരു മെസ്സേജ് അയച്ച ഒരു വ്യക്തിയെ റിനി ജോർജ്, ആ വ്യക്തി മോശപ്പെട്ടവനാണെങ്കിൽ അശ്ലീല ചുവ അയച്ചു. അപ്പം തന്നെ ആ വ്യക്തിയുടെ ഒരു പോരായ്മ റിനി ജോർജിന് മനസ്സിലായി. എന്നിട്ടും ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചു റിനി ജോർജ്. ഭയങ്കര വിശാല മനസ്സായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടം എന്തായിരുന്നു എന്നറിയോ? 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു. റിനി എന്ത് ചെയ്തു? നന്നായിട്ട് ഫയർ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 5 സ്റ്റാർ ഹോട്ടൽ മൊത്തം കത്തി. അങ്ങനെ ലാസ്റ്റ് ഫയർ എഞ്ചിനെല്ലാം വന്ന് മൊത്തം തീ അണഞ്ഞതിന് ശേഷം റിനിക്കൊരു പൂതി ആ ചാരത്തിൽ കിടക്കാൻ. അങ്ങനെ ആ ചാരത്തിൽ കിടന്നപ്പോൾ എങ്ങനെയോ ഗർഭിണിയായി റിനി ജോർജ്. പിന്നീട് അത് കളയാന്ന് വെച്ചു, കളയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 5 സ്റ്റാർ ഹോട്ടൽ മൊത്തം കത്തി. അങ്ങനെ ലാസ്റ്റ് ഫയർ എഞ്ചിനെല്ലാം വന്ന് മൊത്തം തീ അണഞ്ഞതിന് ശേഷം റിനിക്കൊരു പൂതി ആ ചാരത്തിൽ കിടക്കാൻ. അങ്ങനെ ആ ചാരത്തിൽ കിടന്നപ്പോൾ എങ്ങനെയോ ഗർഭിണിയായി റിനി ജോർജ്. പിന്നീട് അത് കളയാന്ന് വെച്ചു, കളയുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും റിനി ജോർജിന് സോഷ്യൽ ഹരാസ്മെന്റ് ആയില്ല, മാനസിക പീഡനങ്ങളായില്ല, ഒരു സൈബർ ബുള്ളിങ്ങും ആയില്ല, സൈബർ അറ്റാക്ക് ആയില്ല, ഒന്നും ആയില്ല. നിയമത്തിന് മുന്നിൽ പോലും പോകാൻ പോലും താല്പര്യമില്ല റിനി ജോർജിന്. കാരണം എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നിയമത്തിന് മുന്നിൽ പോകാൻ താല്പര്യമില്ല. ആ പാർട്ടിയിൽ ആളും അപ്പോൾ പീഡിപ്പിച്ച ആ വ്യക്തി വളരാൻ പാടില്ല. ഞാൻ നാണം കെട്ട വിഷയമൊന്നുമല്ല കേട്ടോ. നല്ലൊരു സ്ത്രീയാണ്, കുലീന വനിത. കാരണം അശ്ലീല ചുവ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു, ഫയർ ചെയ്തു, എന്നിട്ട് പോയി ആ വ്യക്തിയുടെ കൂടെ കിടന്നെടുത്തു. തലച്ചോറ് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിപ്പം എനിക്ക് നിയമപരമായി ഒന്നും പോകാൻ താല്പര്യമില്ല, എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, ഇപ്പം എന്താ പിന്നെ പ്രശ്നമല്ലോ? സൈബർ അറ്റാക്ക്. എന്താ ഇനി സൈബർ അറ്റാക്കാ? അത് കാരണം കുടുംബത്തിൽ വിഷമായി, വീട്ടുകാർക്ക് വിഷമായി, എൻ്റെ എല്ലാവർക്കും വിഷമായി. അതുകൊണ്ട് ഞാൻ അതിനെതിരെ പരാതി പോകണം. അത് നല്ലതാ, അത് നല്ലതാ. കാരണം അശ്ലീല ചുവയും 5 സ്റ്റാർ ഹോട്ടലും ചാരമാക്കിയ ആ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു അത്ഭുത ഗർഭിണിയായതും അത് അലസിപ്പിച്ചതും അതൊന്നും നമുക്ക് വിഷയമല്ല. അതൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവമാണ്. പക്ഷെ സൈബർ അറ്റാക്കിങ് അത് വിടൂല. കുടുംബത്തിന് നാണക്കേടുണ്ടായി. ഒരു കുടുംബത്തിലെ മകള് പബ്ലിക്കിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് കുടുംബത്തിന് നാണക്കേടുണ്ടായി. അപ്പൊ പിന്നെ നമ്മള് ആ കുടുംബത്തെ എത്രത്തോളം അങ്ങനെ വിലയിരുത്തണം? ആ കുടുംബത്തിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് സൈബർ അറ്റാക്കിങ്ങിലാണ്. അപ്പൊ റിനി ജോർജിനോട് പറയാനുള്ളത്, താൻ സൈബർ ലോകത്ത് പ്രതികരിക്കുമ്പോ കേൾക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടേതായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ സൈബർ അറ്റാക്കിങ് ആക്കി കരുതണ്ട. അപ്പോഴാണ് ഞാൻ ഇന്നിപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞ ഈ കാര്യം ചിന്തിച്ചത്. എല്ലാം ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് ഏതൊരാണിനെതിരെ ഇത്തരത്തിലൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾ അത്രയും സുതാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത്. ആ സ്ത്രീ പറയുന്ന വ്യക്തി ആരാണോ അവനെ അറസ്റ്റ് ചെയ്തു, ചെക്കപ്പിന് വിധേയമാക്കി, അവനാണ് ഗർഭിണിയായത് വിചാരിക്കും. കൊടുത്ത സ്ത്രീ ഗർഭിണിയായ സ്ത്രീയെ ചെക്കപ്പ് ചെയ്യൂല. ആരാണ് പീഡിപ്പിച്ച അവനെ പോയി ചെക്കപ്പ് ചെയ്യും. ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലെ നിയമം അത്രത്തോളം സൂപ്പറാണ്. ഇതൊന്നും വിഷയമില്ലാത്ത റിനി ജോർജിന് സൈബർ അറ്റാക്കിങ്ങാലോ ഒലത്തി സൈബർ ലോകത്ത് പറയുമ്പോൾ ഞങ്ങൾ അവിടെ പ്രതികരിക്കും. കുലീന സ്ത്രീക്ക് പരാതി നേരിട്ടിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ കൂടെ പോകണം. അപ്പൊ നിയമമല്ലേ അറിയുള്ളൂ, അവരെല്ലാം അന്വേഷിക്കുള്ളൂ. അവരെ അന്വേഷിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം ഇന്നാൾ പ്രതിയെന്ന് പറയട്ടെ. ഇനി നിയമത്തിനോട് പറയാനുള്ളത്, രാഹുൽ ഈശ്വറിനോടൊക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ശബ്ദിക്കേണ്ട ഇതിനെതിരാണ്, ഈ നിയമത്തിനെതിരെ. ഒരു സ്ത്രീ വന്ന് കള്ള പരാതി പറയുമ്പോൾ ഒരു ആണിനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവന്റെ വീട്ടിലും ഇതുപോലെ സ്ത്രീകളാണ്.
കള്ളപ്പരാതിയാണെങ്കിൽ ആ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വിഷമം, ചിലപ്പോൾ കുടുംബനാഥനെ കൊണ്ടുപോകുമ്പോൾ ആ ഭാര്യ ജീവിതം തന്നെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടങ്ങൾ ആര് വെക്കും? അതുകൊണ്ട് ഇത്തരം കുലീന സ്ത്രീകൾ പരാതി തരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാം. നിങ്ങൾ പരാതി സ്വീകരിച്ചോളൂ, രഹസ്യമായി അന്വേഷിച്ചോളൂ. ഈ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സത്യമാണെങ്കിൽ പരസ്യമായി തന്നെ അറസ്റ്റ് ചെയ്തോളൂ. അതല്ലാതെ ഏതെങ്കിലും കുലസ്ത്രീകൾ വന്ന് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുമ്പോൾ ആ നിയമങ്ങൾ കൂടെ ചൂടി കൊടുക്കുന്ന ഈ ഒരു സമ്പ്രദായം നടക്കൂല. അതുകൊണ്ട് പുരുഷന്മാർ ഒന്നായി ഇപ്പൊ മാൻസ് അസോസിയേഷൻ മുന്നോട്ട് പോകണം. ഇതുപോലുള്ള കള്ള പരാതി കൊടുക്കുന്നവർക്കെതിരെ ശബ്ദിക്കുകയും വേണം. അതിന്റെ കൂടെ തന്നെ സത്യസന്ധമായി പീഡനങ്ങൾ നേരിടുന്ന സ്ത്രീകളുടെ കൂടെ നമ്മൾ നിൽക്കുകയും വേണം. അതായത് മാൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഇത്തരം തെറ്റായ പരാതി കൊടുത്തിട്ട് ഏത് വ്യക്തിക്കെതിരെയും അപമാനപ്പെടുത്താൻ ശ്രമിക്കുന്ന സ്ത്രീകൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെ ചേർത്ത് പിടിക്കുകയും വേണം. ഇതുപോലെയല്ല, കുലീന സ്ത്രീകളെ പോലെയല്ല. അതുകൊണ്ട് റിനി ജോർജ് സൈബർ അറ്റാക്കിങ്ങിനെ അങ്ങോട്ട് മോള് വീട്ടിലിരുന്നാണ്ട് കൊടുത്തൂട്. സൈബർ ലോകത്ത് കേൾക്കുന്നതിന് ഞങ്ങൾ സൈബർ ലോകത്ത് പ്രതികരിക്കും. മനസ്സിലായില്ലേ? അശ്ലീല ചുവയുള്ള ഒരു വ്യക്തിക്ക്, 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ച ഒരു വ്യക്തിക്ക്, നന്നായി ഫയർ ചെയ്ത് വിട്ട വ്യക്തിയില് ഇനി അത്ഭുത ഗർഭം ധരിച്ചവളെ, അതിന് നാണക്കേടില്ല നിനക്കും നിന്റെ കുടുംബത്തിനും. അങ്ങോലെ